നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മോദി മോദി ആയുഷ്മാൻ ഭാരത് യോജന എന്ന പേരിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഈ ഒരു കാർഡ് ഇപ്പൊ ഞാനിവിടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാർഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ എടുത്തിട്ടുണ്ടാകാം ഇങ്ങനെ ഒരു കാർഡ്. അതല്ല എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു കാർഡിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു സ്ട്രാറ്റജി ടിപ്പ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. അവിടെ നമുക്ക് ലൈഫ് ഇൻഷുറൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും വരുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഗവൺമെന്റ് സ്കീമാണ്. ഇവിടെ നമ്മൾ പ്രീമിയം ഒന്നും അടയ്ക്കേണ്ട, വളരെ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എൻറോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ കവറേജ് എത്രയാണ് വരുന്നത്? 5 ലക്ഷം രൂപയുടെ കവറേജ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ ഞാൻ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഡിസ്കസ് ചെയ്യും. ഇതിന്റെ പേര് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഓക്കെ, ഇതാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇത് 2018 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. മോഡി കെയർ എന്ന പേരിലാണ് ഇത് ഓപ്പൺ ആയത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതലായിട്ട് ഇതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0 പ്രീമിയം കൊടുത്ത് 5 ലക്ഷം രൂപയുടെ കവർ പെർ ഫാമിലി, അതായത് പെർ ഇയറിൽ കിട്ടുന്നുണ്ട്. ഒരു ഫാമിലിക്ക് 5 ലക്ഷം രൂപയുടെ ഫുൾ കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ വർഷവും അത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു വർഷം 5 ലക്ഷം രൂപയാണ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ ക്യാഷ്ലെസ് ആണ്, പേപ്പർലെസ് ആണ്. അത് നമ്മുടെ പ്രൈവറ്റും പബ്ലിക്കും ഹോസ്പിറ്റലുകളും ഒക്കെ ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് അവൈലബിൾ ആണ്. ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് കോംപ്രഹെൻസീവ് കെയർ, നമുക്ക് ഇതിന്റെ അകത്ത് മെഡിക്കൽ എക്സാമിനേഷൻ, ട്രീറ്റ്മെന്റ്, കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലേഷൻ 3 ദിവസം മുമ്പ്, അല്ലെങ്കിൽ പോസ്റ്റ് ഹോസ്പിറ്റലേഷൻ ചാർജസ് 15 ദിവസത്തിന് ശേഷം ഉള്ള എക്സ്പെൻസുകളും ഇതെല്ലാം ഈ ഒരു ഹെൽത്ത് കവറിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇന്റൻസീവ്, നോൺ ഇന്റൻസീവ് കെയർ സർവീസ്, സർജറി, മെഡിക്കൽ ഇംപ്ലാന്റ്സ്, അക്കോമഡേഷൻ ആൻഡ് ഫുഡ്, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻഷുറൻസിൽ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. എന്നാണ് നമ്മൾ എൻറോൾ ചെയ്യുന്നത് അതിന് ഒരു ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഈ ഒരു കവറേജ് കിട്ടും. അത് ബാക്കിയുള്ള പ്രൈവറ്റ് ഇൻഷുറൻസുകൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു സ്കീം നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എലിജിബിൾ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് 5 ലക്ഷം രൂപ പെർ ഫാമിലി കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് റൂറൽ ഏരിയയിലുള്ളവർക്കും സിറ്റിയിൽ, നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്കും, അർബൻ സിറ്റിയിലുള്ളവർക്കും നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് പുതിയതായിട്ട് ഒരു എക്സ്റ്റൻഷൻ അതായത് ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് 70 വയസ്സിൽ കൂടുതലുള്ള സീനിയർ സിറ്റിസൺ ഇതിന്റെ അകത്ത് യാതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഇല്ലാതെ ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഈ ഒരു 70 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിന് ഈ ഒരു സ്കീം വളരെ ബെനിഫിഷ്യൽ ആയി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ റൂറൽ എലിജിബിലിറ്റി വരുന്നത് എന്താണ്? ഇത് ഒരു ഇൻകം കുറഞ്ഞു നിൽക്കുന്ന ഫാമിലികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു സ്കീം. അപ്പം ഇവിടെ കുറെ ക്രൈറ്റീരിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സെക് 2011 ഡേറ്റാ ബേസ്ഡ് ആണ് ഇതിന്റെ എലിജിബിലിറ്റി വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോ അഡൽട്ട് മെമ്പർ ഏജ്ഡ് 16-59 ഇയറിന് ഇടയ്ക്ക് അഡൽട്ട് മെമ്പർ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാതിരിക്കുന്നതോ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മതി. എല്ലാ ക്രൈറ്റീരിയയും വേണമെന്നല്ല നമ്മൾ പറയുന്നത്. അപ്പം ഇത് ഒരു നമ്മുടെ ലോവർ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയുള്ള പ്ലാൻ ആണ് പൊതുവായിട്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലിക്കുള്ള പ്ലാൻ അല്ല. ലോവർ ക്ലാസ്, അത് വളരെ കുറച്ച് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വന്നാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും SC/ST കാസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അർബൻ ഏരിയയിലുള്ള എലിജിബിലിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റ് വെൻഡേഴ്സ്, അതുപോലെ തന്നെ
hawkers and cobblers and street service providers and domestic workers and rack pickers and beggars, construction workers, plumbers, painters, welders, security guards, ഇവരെല്ലാവരും അർബൻ ഏരിയയിലും വരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും മേജർ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലോ ഇൻകം ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ലോ ഇൻകം കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ടും ബെനിഫിഷ്യൽ ആയി മാറുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ എന്തെങ്കിലും പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിന്റെ അത് മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40% കൺട്രി പോപ്പുലേഷന്റെ ആ ഒരു 40% കൺട്രി പോപ്പുലേഷനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ സോഷ്യൽ എക്കണോമിക്സ് സ്റ്റാറ്റസ് വളരെ പുവർ ആയിരിക്കും. അവർക്ക് സെക് 2011 ഡേറ്റ അനുസരിച്ചാണ് ഇതിന്റെ എലിജിബിലിറ്റി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര ഫാമിലിയിൽ എത്ര പേരുണ്ടെങ്കിലും നമുക്കത് കിട്ടും. ഏജ്, ജെൻഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു രീതിയിലും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു സ്കീമുമായിട്ട് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലുകൾ ഒരുപാടുണ്ട്, ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ട്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഏറ്റവും വലിയൊരു റീസൺ മേജർ എക്സ്പാൻഷൻ ഇതാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഈ ഒരു 2024, 2026 വന്ന റീസെന്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് ഇവിടെ ഒരു എക്സ്പാൻഷൻ വന്നപ്പം ഇതിവിടെ നമുക്ക് സീനിയർ സിറ്റിസൺസ്, 70 വയസ്സിന് കൂടുതൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ്, അവർക്ക് എല്ലാവർക്കും ഇത് എലിജിബിൾ ആണ്. അവിടെ ഒരു ഇൻകമോ ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. എല്ലാവർക്കും ഇതിന്റെ അകത്ത് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അത് വളരെ വലിയൊരു കാര്യമാണ് ഈ ഒരു സ്കീമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇവിടെ നമുക്ക് എസെൻഷ്യൽ വർക്കേഴ്സിന് ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ് ആൻഡ് ഗിഗ് വർക്കേഴ്സ്. ഇവരെയും ഈ ഒരു സ്കീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരും ഓർത്തിരിക്കുക, ഈ ഒരു സ്കീം അവർക്കും ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ 70 വയസ്സിൽ കൂടുതലുള്ള സീനിയർ സിറ്റിസൺസിനും ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. ബാക്കി ഞാൻ മുമ്പ് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ലോ ക്ലാസ്സിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനും 70 വയസ്സിന് അധികമുള്ളവർക്കും ഈ ഒരു കാര്യം വളരെ ബെനിഫിഷ്യൽ ആണ്. ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കുക. നമുക്ക് എങ്ങനെ ഈ ഒരു എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് 70 വയസ്സിൽ കൂടുതലാണ് ഏജ് ഗ്രൂപ്പ് എങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടൽ ആയിട്ട് നമുക്ക് beneficiary.nha.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. pmjay.gov.in എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ പോയി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ആപ്പ്, നമുക്ക് ആയുഷ്മാൻ ആപ്പ് ഉണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഗൂഗിൾ മൊബൈൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ആയുഷ്മാൻ ആപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിന്റെ അകത്ത് ചെല്ലുമ്പോഴത്തേനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് നമ്മുടെ കയ്യിൽ ആ ഒരു കാർഡ് ഉള്ളവരാണെങ്കിൽ അത് ഇപ്പോഴും അത് ആക്ടിവേറ്റ് ആണോ, അതുപോലെ തന്നെ ഏതെങ്കിലും മെമ്പേഴ്സിന് ഇനി ആഡ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആയുഷ്മാൻ ആപ്പിൽ കാണാൻ സാധിക്കും. അപ്പൊ എന്തെങ്കിലും ആക്ടിവേറ്റ് അല്ലെങ്കിൽ അതും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് അതിന്റെ അകത്ത് ഓരോ കാർഡ് കാണാൻ സാധിക്കും, അവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം കാണിക്കാൻ സാധിക്കും. ജസ്റ്റ് ആധാറും ബാക്കിയുള്ള നമ്മുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം മതി. ഇതിന്റെ അകത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഈ ഒരു ഇൻഷുറൻസ് ആയുഷ്മാൻ സ്കീമിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 14555 എന്ന് പറഞ്ഞ ഈ ഒരു ടോൾ ഫ്രീ നമ്പർ, അല്ലെങ്കിൽ ഈ ഒരു ടോൾ ഫ്രീ നമ്പർ. അപ്പൊ ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ ഞാനത് കോൺടാക്ട് ചെയ്ത് നോക്കി, ഇതിന്റെ അകത്ത് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ എന്ന്. വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. അവരോട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ, കാർഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും ഇപ്പോഴും അത് എലിജിബിൾ ആണ്, ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറഞ്ഞു തരും, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശരിയായ ഗൈഡൻസ് തരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു നമ്പർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ
നമ്മൾ പറഞ്ഞു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ നമ്പർ ഒക്കെ ഉപയോഗിച്ച് ഇത് മുമ്പോട്ട് പോകാൻ റേഷൻ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എടുക്കാനും ഡേറ്റാസ് എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ആയുഷ്മാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ഇൻ കേസ് ചിലവരുടെ കയ്യിൽ ഫോട്ടോ മാത്രം ഉണ്ടാവുള്ളൂ, അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം, ജസ്റ്റ് അതിന്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഓഫ്ലൈൻ സെന്റേഴ്സ്, അതായത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് CSC സെന്റർ, നമ്മുടെ അക്ഷയ കേന്ദ്രം അങ്ങനെയുള്ളിടത്ത് പോയി നമുക്ക് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആധാർ കാർഡും ഇൻകം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എലിജിബിൾ ആണോ എന്ന് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ അതും വളരെ നല്ലൊരു മെത്തേഡാണ്. ഇനി നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇതിന്റെ റിയാലിറ്റി ചെക്ക് എന്താണ്, ഇതിന്റെ അകത്തുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു സൂപ്പർ പ്രോ സ്ട്രാറ്റജിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ഇൻഷുറൻസ് നമ്മൾ ഒരു കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ലോവർ ഇൻകം ഫാമിലിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഇനഫ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇവിടെ നമുക്ക് മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി, ടയർ 1 അല്ലെങ്കിൽ ടയർ 2 സിറ്റികളിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു റിസ്ക് ഉണ്ട്. ഓക്കെ, കാരണം അവിടുത്തെ ഇൻ കേസ് ഹോസ്പിറ്റൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പെൻസും വളരെ കൂടുതലായിരിക്കും നമ്മുടെ ഗ്രാമങ്ങളിലേക്കാൾ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതൊരു പ്രീമിയം ഇൻഷുറൻസ് ആണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരു ബേസിക് സേഫ്റ്റി തരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ലോവർ ഇൻകം ഫാമിലിയിലുള്ളവരെ സംബന്ധിച്ച് അവരൊരു മറ്റ് ഇൻഷുറൻസുകൾ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ, അഫോർഡബിൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഷുറൻസ് എങ്കിലും മിനിമം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി മാറും. ഇതിന്റെ അകത്തുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 5 ലക്ഷം രൂപ വരെ മാത്രമേ ഇതിന് കവറേജ് ഉള്ളൂ. 5 ലക്ഷത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം ഇവിടെ നമുക്ക് 4 ലക്ഷം രൂപ വരെ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു വർഷത്തിൽ ഒരാൾക്ക് ഒരു ചെലവ് വന്നു കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷം രൂപയായിരിക്കും നമ്മുടെ ബാലൻസ് ആയിട്ട് ഇതിന്റെ അകത്ത് കിടക്കത്തുള്ളൂ. അപ്പൊ മറ്റേതെങ്കിലും ആ ഒരു വർഷത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ബാക്കി 1 ലക്ഷം രൂപയുള്ളൂ, അതാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെയും നമുക്ക് 5 ലക്ഷം രൂപ കിട്ടത്തില്ല. അപ്പൊ അതിന്റെ ഒരു മേജർ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഒരു 5 ലക്ഷം എന്നുള്ള ഒരു ക്യാപ്പ്. ഒപ്പം ഒരു വർഷത്തിൽ മൾട്ടിപ്പിൾ കേസസ് വന്നു കഴിഞ്ഞാൽ അവിടെ റിസ്ക് കൂടുതലുണ്ട്. പിന്നെ നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് വരും. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ബെഡുകൾ കൃത്യമായിട്ട് ഈ ഒരു സ്കീമിൽ നിശ്ചിത ബെഡുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ റൂം കാറ്റഗറീസിൽ നമുക്ക് ജനറൽ വാർഡൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സെമി പ്രൈവറ്റ് റൂമോ ഒക്കെ വേണമെങ്കിൽ ഇതിന്റെ അത് നമുക്ക് ചിലപ്പോൾ പേ ചെയ്യേണ്ട വരും. ഓക്കെ, അതുപോലെ ഇറ്റ് ഡസ് നോട്ട് കവർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD എക്സ്പെൻസും ഇൻഡിവിജ്വൽ ഡയഗ്നോസിസും കോസ്മെറ്റിക് സർജറീസ് അല്ലെങ്കിൽ മാരേജ് ആൻഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് ഇതൊന്നും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് അല്ല, എക്സ്ക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പ്രോ സ്ട്രാറ്റജീസ്, നമുക്ക് ഹൈബ്രിഡ് ലേഡ് അപ്രോച്ചിൽ നമുക്ക് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സ്കീം ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് ഗവൺമെന്റ് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എലിജിബിലിറ്റി ഉറപ്പാണ്. നമ്മൾ 70 വയസ്സിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ബെനിഫിറ്റ് ആണ് അവരെ സംബന്ധിച്ച്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ലെയർ 1 വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് ആദ്യമേ തന്നെ 70 വയസ്സിലധികം പ്രായമുള്ള പേരൻസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ ഒരു സ്കീമിലേക്ക് എൻറോൾ ചെയ്യുക എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രൊസീജിയർ. അപ്പൊ അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഒന്നും ഇല്ലാതെ ഡേ 1 തൊട്ട് എന്നാണ് എൻട്രി ചെയ്യുന്നത് അന്ന് തൊട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഉള്ള ഈ ഒരു 5 lakh എന്നുള്ള ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ അത് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഒരു 70 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ പോളിസി എടുക്കാൻ പോകുന്ന സമയത്ത്, പ്രൈവറ്റ് പോളിസി എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രീമിയം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. 70 വയസ്സിൽ കൂടുതലുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഈ ഒരു സ്കീമിലേക്ക് എൻറോൾ ചെയ്യാൻ നോക്കുക എത്രയും പെട്ടെന്ന്. അപ്പൊ CSC സെന്ററിൽ പോയി ചെയ്യുക, അതായിരിക്കും ഓഫ്ലൈൻ മെത്തേഡ് ആണ് എളുപ്പമെങ്കിൽ അത് തന്നെ അപ്രോച്ച് ചെയ്യുന്നത് കൃത്യമായിട്ട് അവർ ചെയ്തു തരും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു ലെയർ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് പറയുന്നത്, 70 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രൈവറ്റ് ഫാമിലി ഫ്ലോട്ടർ
പ്ലാൻ ഒരു 5 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെയുള്ള കവറേജ് എടുത്തു വെക്കുക എന്നുള്ളതാണ്, ഒരു ബേസ് പോളിസി എടുത്തു വെക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രീമിയം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. 0 വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. പ്രൈവറ്റ് AC റൂംസ് കിട്ടും. മോഡേൺ ട്രീറ്റ്മെന്റ്സ്, ബാക്കിയുള്ള സ്കീം, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒന്ന് പ്രൈവറ്റ് ഒരു പോളിസി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. ഇൻ കേസ് അത് എടുക്കാൻ പറ്റില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ അത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അതെങ്കിലും എടുത്തു വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത് ചെയ്യാൻ പറ്റുന്നതാണ് സൂപ്പർ ടോപ്പ് അപ്പ്. അപ്പം നമുക്കത് വലിയ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ എമൗണ്ടിന്റെ വേണ്ടി വരും. നമുക്ക് വലിയ എമൗണ്ടുകളാണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ ഈ ചെറിയ 5 ലക്ഷം 10 ലക്ഷത്തിലൊന്നും ഒതുങ്ങാത്ത കേസുകൾ വന്നാൽ അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു 50 ലക്ഷം തൊട്ട് 1 കോടി വരെയുള്ള സൂപ്പർ ടോപ്പ് അപ്പ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ബേസ് പോളിസി എടുത്തു, അതിനൊപ്പം തന്നെ ഒരു സൂപ്പർ ടോപ്പ് അപ്പ് കോംബോ ആണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രീമിയം കുറയും, ബട്ട് നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ കിടക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, എപ്പോഴും നമ്മളൊരു എമർജൻസി ഫണ്ട് ഈ ഒരു ഹെൽത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അതപ്പോ മാറ്റിവെക്കുന്നത് ഒരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും. ഒരു 50,000, 1 ലക്ഷം, അല്ലെങ്കിൽ 1.5, 2 ലക്ഷം, 3 ലക്ഷം, ഏതാണെങ്കിലും ഇങ്ങനെ ഒരു ഫണ്ട് മാറ്റിവെക്കുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അത് നേരിട്ട് നമുക്ക് ഒരു ഫാർമസിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയോ എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കണം, ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് അങ്ങനെയുള്ള അസറ്റുകളുടെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലൊക്കെ FD ആയിട്ടാണെങ്കിലും ആ ഒരു എമൗണ്ട് ഇട്ട് വെക്കാം. എപ്പോഴാണോ ആവശ്യം വരുന്നത് അത് പെട്ടെന്ന് പൊട്ടിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ഈ ഒരു PMJY എന്ന് പറഞ്ഞ ആ ഒരു കാർഡ് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എൽഡർ പേരൻസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇപ്പൊ ക്രോസ് ചെയ്തു അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ബേസ് പ്ലാൻ എടുക്കുന്നതിനൊപ്പം തന്നെ ഒരു സൂപ്പർ ടോപ്പ് അപ്പ് കോംബോയും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ അനുയോജ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റ് സ്കീം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ എല്ലാവർക്കും ആ ഒരു ഫെസിലിറ്റി കിട്ടണമെന്നില്ല, എങ്കിലും കുറെ ആളുകൾക്ക് ഈ ഒരു ഫെസിലിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം 70 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു തരാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി പെട്ടെന്ന് ഇല്ലാതാകാൻ കാരണമാകുന്നതാണ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ കേസ്. അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഇതിനെ അപ്രോച്ച് ചെയ്ത് എടുക്കാൻ നോക്കുക. ഞാനിവിടെ ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട്, അവിടെ വിളിച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും കാർഡ് വരും. അവരെല്ലാവരും ആക്ടിവേറ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് നമുക്ക് CSC സെന്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എൻറോൾ ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ്സിലുള്ളവർക്ക് ഇൻ കേസ് ഇതിന്റെ അകത്ത് എൻറോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ ബേസിക് ആയിട്ടുള്ള ഒരു ബേസ് പ്രൈവറ്റ് ഇൻഷുറൻസ് പ്ലസ് സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാൻ എടുക്കുക. അപ്പൊ ഈ ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ഓടിപ്പോയി എടുക്കാതെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് എടുക്കാൻ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇൻഫർമേറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പം ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കൂടുതലായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ.